മോഡി പോലീസ് സ്റ്റേഷനിൽ വരും, നമുക്ക് നോക്കാമെന്നും ഒരാൾ എഴുതിയിരിക്കുന്നു. പിന്നെ മറുനാടനെ പോലെയുള്ള കറകളഞ്ഞ സത്യസന്ധരും സന്മാർഗവാദികളും നീതിമാന്മാരും ഒക്കെ ആയവർ പിന്തുണയുമായി മാരാരെ കൂടെ കൂടിയിട്ടുണ്ട്. ഞാനും ശോഭ ചേച്ചിയും നിയമസഭയിൽ ഉണ്ടാകും അത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ കളിയാക്കി മഞ്ഞൾ ശോഭ എന്ന് വിളിക്കുന്ന ഒരു മഹതി, പട്ടാപ്പകൽ പാലക്കാട്ട് വോട്ടിന് 5000 രൂപ വെച്ച് കൊടുത്ത മഹതി. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വോട്ടും കൂടി പെർസെൻറ്റേജും കൂടി. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ, കുറച്ച് കാലം കൊണ്ട് നമ്മുടെ അഖിൽ മാരാറണ്ണന് എയറിലാണ്. ഇലക്ഷൻ പ്രചരണത്തിന്റെയും കൊട്ടിക്കലാശത്തിന്റെയും കുറെ വീഡിയോകളും ട്രോളുകളും ഒക്കെ ഇറങ്ങി, അതെല്ലാവരും കണ്ടു കാണല്ലോ. അണ്ണൻ അന്ന് മുതലേ എയറിലാണ്. ഇപ്പൊ ഇത് അണ്ണൻ ഒരു ആരോപണമായിട്ട് വന്നേക്കാണ്. 6 ലക്ഷത്തിൽ പേരം ഫോളോവേഴ്സ് ഉള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് അത് ഗവൺമെന്റ് ഇടപെട്ട് പൂട്ടിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് അണ്ണന് ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റുന്നില്ല. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ആരോപണം. അത് മാത്രമല്ല, അതിനായിട്ട് ആരൊക്കെയാണ് പ്രവർത്തിച്ചത് അവർക്കെല്ലാം നല്ല പണി എണ്ണം വെച്ചേപ്പുണ്ട് എന്നാണ് ഭീഷണിയായിട്ട് വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും വരും വഴിയെ കണ്ടറിയാതെ എന്താണ് ആ പണി എന്നുള്ളത്. അപ്പൊ പുതിയൊരു പേജ് തുടങ്ങിയപ്പോൾ അഖിൽ മാരാർ 2.0. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ താത്വികാചാര്യനായ ശാന്തിയുള്ള ദിനേശന്റെ ഒരു കോമഡി റിയാക്ഷൻ ടോക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് വീഡിയോ സ്കിപ്പ് ചെയ്യില്ല, അവസാനം വരെ കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് സപ്പോർട്ട് കൂടി തരിക. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നിയമസഭ സാമാജികനായില്ല, ആവില്ല എന്നുള്ള കാര്യം ഉറപ്പ്. എന്നിട്ട് കാട്ടിക്കൂട്ടുന്ന വികൃതികളാണെങ്കിൽ എൻ്റെ ശിവനേ എന്ന് വിളിക്കാൻ തോന്നും നമുക്ക്. 6 ലക്ഷം ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജുള്ള കക്ഷിയാണത്രേ നമ്മുടെ അഖിൽ മാരാർ. 6 ലക്ഷം. അതിനെ സൈബർ പോലീസ് പൂട്ടി. അഖിൽ മാരാർ 2.0 എന്ന പേരിൽ മറ്റൊരു പേജ് ഉടനെ തന്നെ മാരാർ തുറന്നു. മുറിച്ചാൽ മുറി കൂടി വരുന്ന തൻ്റെ 2ാം വരവാണ് ഇതെന്ന് മാരാർ പറയുന്നു. അത് 2.0 പുതിയ ഫേസ്ബുക്ക് ചാനൽ. തൃക്കാക്കരയിൽ മാരാറുടെ ചക്ക മുന്നേറുന്നതിലുള്ള ഭയം കൊണ്ടാണ് അത്രേ പോലീസ് തറവേല കാണിച്ചത് എന്നാണ് മാരാർ പറയുന്നത്. തൻ്റെ ശബ്ദം പലരും ഭയക്കുന്നു. വായ മൂടിക്കെട്ടിയിരിക്കാൻ തൽക്കാലം മാരാർ ഒരുക്കുമല്ല. സൈബർ ഡിപ്പാർട്ട്മെന്റിൽ പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്നവരെ മാരാർ കോടതി കയറ്റും എന്നാണ് മാരാർ തന്നെ പറയുന്നത്. 6 ലക്ഷം ഫോളോവേഴ്സുള്ള ഫേസ്ബുക്കാണ് എൻ്റേത്. കേരള പോലീസ് ഇന്ത്യയിൽ നിന്നും ആ ഫേസ്ബുക്കിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലില്ല. നിയമവിരുദ്ധമായതൊന്നും ചെയ്യാത്ത തന്നെ ഇല്ലാതാക്കാനാണ് സൈബർ പോലീസിൻ്റെ പരിപാടി. ജനത്തിന് മുന്നിൽ നിന്നും എന്നെ തടയുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല, ഉച്ചത്തിൽ ഇനി സംസാരിക്കും. സൂക്ഷിച്ചോ, ഇനി ഉച്ചത്തിൽ സംസാരിക്കും. മാരാർ നല്ല ശോകത്തിലാണ്. മാരാരെ, കോടതിയിൽ പോകണം, നല്ല പണി തിരിച്ചു കൊടുക്കണം. പോലീസ് നഷ്ടപരിഹാരം നിങ്ങൾക്ക് തരേണ്ടി വരും. 2 കോടി രൂപ നഷ്ടപരിഹാരം ഇട്ട് അങ്ങനെ 2 കോടി രൂപ ചോദിച്ചുകൊണ്ട് കേസിന് പോകൂ എന്നാണ് ഒരു ആരാധകൻ മാരാരെ പിരികേറ്റുന്നത്. തളരരുത് മാരാരെ, തളരരുത്. പ്രധാനമന്ത്രിയാകും മുമ്പ് മോദിജിക്ക് അമേരിക്ക വിസ നിഷേധിച്ചിരുന്നു. ഇന്ന് മോദിജിയും ട്രംപും ഒക്കെ ചങ്ങാതിമാരാണ്. ജനങ്ങൾ ചിരിച്ചു മരിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി പോലീസ് ചെയ്തതായിരിക്കുമെന്നാണ് ഒരു ആരാധകൻ അതിലെഴുതിയിരിക്കുന്നത്. നാളെ മോഡി പോലീസ് സ്റ്റേഷനിൽ വരും, നമുക്ക് നോക്കാമെന്നും ഒരാൾ എഴുതിയിരിക്കുന്നു. പിന്നെ മറുനാടനെ പോലെയുള്ള കറകളഞ്ഞ സത്യസന്ധരും സന്മാർഗവാദികളും നീതിമാന്മാരും ഒക്കെ ആയവർ പിന്തുണയുമായി മാരാരെ കൂടെ കൂടിയിട്ടുണ്ട്. ഞാനും ശോഭ ചേച്ചിയും നിയമസഭയിൽ ഉണ്ടാകും അത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശോഭ ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ കളിയാക്കി മഞ്ഞൾ ശോഭ എന്ന് വിളിക്കുന്ന ഒരു മഹതി, പട്ടാപ്പകൽ പാലക്കാട്ട് വോട്ടിന് 5000 രൂപ വെച്ച് കൊടുത്ത മഹതി. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വോട്ടും കൂടി പെർസെൻറ്റേജും കൂടി. ഉമാ തോമസിന് പുതിയ വിഭാഗം, പുതിയ വോട്ടർമാർ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് UDF വിരുദ്ധ വികാരവുമുണ്ട്, MLA വിരുദ്ധ വികാരവുമുണ്ട്. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ മനസ്സ് യുവാക്കൾ, അത് ഞങ്ങൾക്ക് കിട്ടും. പിന്നെ യുവാക്കളുടെ മനസ്സ് ഞങ്ങളുടെ കൂടെയാണ്. വലിയൊരു ശതമാനം സ്ത്രീകളും അവരുടെ മനസ്സ് എനിക്കാണ് തന്നിരിക്കുന്നത്. എല്ലാം എനിക്ക് അനുകൂലമായ ഗ്രൗണ്ട് റിപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. വലിയ പ്രതീക്ഷയുണ്ട് എന്ന് മാരാർ പറയുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി നല്ല വീക്കാണ്. അവരെ തൃപ്പൂണിത്തുറയിലുള്ള വോട്ടർമാർക്കൊന്നും അറിയില്ല എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട്
മാരാർക്ക് കിട്ടും. ഈ ഗ്രൗണ്ട് സപ്പോർട്ട് എവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. UDF വോട്ടുകൾ മാരാര് പിടിച്ചു മാറ്റും എന്നാണ് LDF കരുതുന്നത്. അതും ഗ്രൗണ്ട് സപ്പോർട്ടിൽ നിന്ന് കിട്ടിയതാണ്. LDFന് അവിടെ 49,000 വോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ത്രികോണം ഉറപ്പ് മാരാർ ജയിക്കുമെന്നാണ് മാരാർ പറയുന്നത്. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന്, ഞങ്ങളുടെ നാട്ടിലൊരു ഏത് ഇലക്ഷനിലും പാർലമെന്റിലായാലും പഞ്ചായത്ത് വാർഡിലായാലും മത്സരിക്കുന്ന ഒരു അച്യുതൻ എന്നൊരു ആളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എല്ലാ ഇലക്ഷനിലും നിൽക്കും. അദ്ദേഹത്തിന്റെയും എല്ലാവരും 10-15 വോട്ട് വാങ്ങിക്കും. അപ്പൊ അദ്ദേഹം ഇലക്ഷനെ കഴിഞ്ഞിട്ട് ഒരു ദിവസം തോർത്തൊക്കെ ഇട്ടിങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അതിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, നേതാവേ ജയിക്കുമോ? അടിയൊഴുക്കില്ലെങ്കിൽ ജയിക്കുമ്പോഴേ. അതുപോലെയാണ്, അടിയൊഴുക്കില്ലെങ്കിൽ ശോഭ ചേച്ചി മാരാർ ഇവിടെ നിയമസഭയിൽ പൂന്തി വിളയാടും. എവിടെ നമുക്ക് നോക്കാം. അപ്പൊ അടിയൊഴുക്കില്ലെങ്കിൽ നമ്മുടെ അണ്ണൻ അന്ന് കയറി പോകുമെന്നാണ് പറയുന്നത്. അണ്ണൻ മാത്രമല്ല കേട്ടോ, ചേച്ചിയുണ്ട്. ശോഭ ചേച്ചിയും അഖിലണ്ണനൂടെ നിയമസഭയിൽ ഒരു കലക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇലക്ഷൻ അല്ലേ, ജനങ്ങളുടെ മനസ്സല്ലേ, അത് മാറിയും മറിഞ്ഞിരിക്കാം. എങ്ങാണം ബിരിയാണി കൊടുത്താലോ, നമുക്ക് എന്തായാലും റിസൾട്ട് വരുന്നിടം വരെ കാത്തിരിക്കാം. മെയ് 4-ന് ബോംബ് പൊട്ടുമല്ലോ. പൊട്ടുമ്പോൾ നമുക്ക് കാണാം ഏതൊക്കെ പൂത്തിരി വിരിയും എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അതുവരെ ഈ ഒരു വിഷയത്തിൽ മറുപടിക്കായി കാത്തിരിക്കാം. അതോടൊപ്പം നമ്മുടെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, സപ്പോർട്ട് വരുന്ന കാര്യം പരിഗണിക്കുക. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, താങ്ക് യു.